നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിനക്ക് ആ കുടുംബത്തിനോടുള്ള പക തീർന്നില്ലേ? എനിക്ക് ആരോടും പകയില്ല. അതിന് സഞ്ജയിനെ കല്യാണം കഴിക്കണമെന്നുണ്ടോ? മോളെ, ഇത്രയും നല്ലൊരു പയ്യന് മോള് വേണ്ടെന്ന് പറയുമ്പോ അതിന് കാരണം അവരോടും അവരുടെ കുടുംബത്തോടും എന്തെങ്കിലും വൈരാഗ്യം ഉള്ളത് കൊണ്ടാണെന്നല്ലേ തോന്നുന്നു. ഗോപാൽജി ഒരു മാന്യനായതുകൊണ്ടാ നീ അപമാനിച്ച് ഇറക്കി വിട്ടിട്ടും ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന്റെ ക്ഷമയ്ക്ക് ഒരു അതിര് കാണും. നീ ഇങ്ങനെ വാശി കാണിച്ചിരുന്ന അദ്ദേഹം നമുക്ക് തന്ന കാശ് തിരിച്ചു ചോദിക്കും. പിന്നെ വേറെ വഴിയില്ലാതെ ഈ വീട് നമുക്ക് വിൽക്കേണ്ടി വരും. സ്വന്തം കുടുംബത്തെ പെരുവഴിയിലിറക്കിയ നിനക്ക് സമാധാനാവോ? അങ്ങനെ ഒരു അവസ്ഥയൊന്നും നമുക്കുണ്ടാവില്ല. നിങ്ങൾ ആ ആധാരം ഒന്ന് തന്നാ മതി. അത് വീണ്ടും പണയം വെച്ച് ഗോപാൽജിക്ക് കൊടുക്കാനുള്ള കാശ് ഞാൻ തിരിച്ചു കൊടുക്കാം. ലോണ് ഞാൻ അടച്ചോളാം. എന്നിട്ട് വേണം ഞങ്ങളെല്ലാരും നിന്റെ അടിമകളെ പോലെ ഇവിടെ കഴിയാൻ, അല്ലേ? ഈ വീടിന്റെ മീതെ ലോൺ ഉണ്ടെങ്കിലല്ലേ നിനക്ക് ഞങ്ങളെ ചൊൽപ്പടിക്ക് നിർത്താൻ പറ്റൂ. അതുകൊണ്ടല്ലേ ഗോപാൽജി ആധാരം തിരിച്ചെടുത്തു തന്നപ്പോ നിനക്ക് ഇത്രയ്ക്ക് അങ്ങ് ദേഷ്യം വന്നേ? ചേച്ചിയെ കുറിച്ച് വെറുതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഇവൾക്ക് വേണ്ടി വെറുതെ ചാടിക്കടിക്കാൻ വരാതെ ഇവള് പറയുന്നതിൽ എന്തെങ്കിലും ന്യായം ഉണ്ടെന്ന് ചിന്തിക്ക്. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വീടിന്റെ ആധാരം നമുക്ക് തിരിച്ചു കിട്ടിയേക്കുക. ഇപ്പൊ അത് വീണ്ടും ബാങ്കിൽ വെക്കാൻ അവൾക്ക് ധൃതിയായി. ആരുടെ ഔദാര്യം വേണ്ടെങ്കിൽ നീ ഗോപാൽജിക്ക് കൊടുക്കാനുള്ള കാശ് തിരിച്ചടച്ചാ പോരെ? ഗോപാൽജിക്ക് ആവുമ്പോ പലിശ കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊന്നും ശരിയാവില്ല. അത് നീ അങ്ങ് ഒറ്റയ്ക്ക് തീരുമാനിച്ചാ മതിയോ? നിനക്ക് ഗോപാൽജിയോട് വൈരാഗ്യം ഉണ്ടെന്ന് കരുതി ഈ വീട്ടിലുള്ള എല്ലാരും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞ മനസ്സിലാവാത്തെ? ആധാരം തിരിച്ചെടുത്തതിന്റെ പേര് പറഞ്ഞ് ഗോപാൽജി എന്നെ കല്യാണത്തിന് നിർബന്ധിച്ചാ ഞാൻ പിന്നെ എന്ത് ചെയ്യും? അയ്യടാ.